ഇവൻ പ്രിൻസിപ്പലിന്റെ റൂമിലുണ്ടായിരുന്ന ഒരു ടോയ് റിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു ക്യാമറ ഉള്ളത് നോട്ട് ചെയ്യുന്നു. ഉടനെ അത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ പ്രിൻസിപ്പലിന്റെ ഒരു സീക്രട്ട് വീഡിയോ കാണുന്നു. അവൻ അതിന്റെ ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കാതെ അത് ഇന്റർനെറ്റിൽ ഇടുന്നു. ഇക്കാര്യം അറിഞ്ഞ് കോളേജിലുണ്ടായിരുന്ന എല്ലാവരും അവനെ പ്രശംസിക്കുന്നു. അതേസമയം പ്രിൻസിപ്പലും ഇക്കാര്യം അറിഞ്ഞ് അവനെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം വേറെ വഴിയില്ലാതെ അവൻ ഒരു ഇന്റർനെറ്റ് കഫേയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ കഫേയുടെ ഓണർ അവൻ കൊച്ചു പയ്യനാണെന്ന് പറഞ്ഞ് ശമ്പളം കൊടുക്കാതെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. ഉടനെ അവൻ തന്റെ ഫോൺ എടുക്കുന്നു. നോക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ കഫേയിലെ എല്ലാ കമ്പ്യൂട്ടറും ഒരേ സമയം തന്നെ ഷട്ട് ഡൌൺ ആവുന്നു. അങ്ങനെ ആ ജോലി നഷ്ടമായി. അതിനുശേഷം അവൻ വേസ്റ്റ് എടുക്കുന്ന ജോലി ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാക്കിംഗ് കോമ്പറ്റീഷന്റെ ഇൻവിറ്റേഷൻ കിട്ടുന്നു. അവൻ തമാശയ്ക്ക് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി പോകുന്നു. പക്ഷെ അത് തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. കോമ്പറ്റീഷൻ നടത്തുന്നവർ അവരുടെ 10 ലെവൽ സെക്യൂരിറ്റി ആർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും അത് ബ്രേക്ക് ചെയ്താൽ അവർക്ക് മില്യൺ കണക്കിന് കാശ് കൊടുക്കുമെന്ന് പറയുന്നു. ആദ്യ റൗണ്ടിൽ തന്നെ 3/4 ഭാഗത്തോളം പേരും ഔട്ടാവുന്നു. അതേസമയം ഇവൻ ഓരോ ലെവലും ബ്രേക്ക് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അവസാനത്തെ ലെവൽ അവന് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവസാനത്തെ 3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ അവൻ തോൽക്കുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പെട്ടെന്നൊരു സ്ട്രേഞ്ചർ വന്ന് ഹെൽപ്പ് ചെയ്ത് അവൻ ആ ലാസ്റ്റ് ലെവലും ബ്രേക്ക് ചെയ്യുന്നു.